ഈ ചെങ്ങായി ഏതോ വീഡിയോയിൽ കണ്ടിട്ട് ലോങ് ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞത് എൻ്റെ അടുത്ത്. ഇതാണ് ജാപ്പനീസ് ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ വീഡിയോ കണ്ടില്ലേ, ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സാധനം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം, ജാപ്പനീസ് ഫ്രഞ്ച് ഫ്രൈസ് ആവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവോ എന്നുള്ളത്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഉടച്ചെടുക്കുക. അതിലേക്ക് ഒരു 2-3 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ പെപ്പർ, പിന്നെ നമ്മുടെ കോൺഫ്ലോർ പൊടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് എണ്ണ കയ്യിൽ തടവിയിട്ട് കൈ വെച്ചിട്ട് തന്നെ വേണം കേട്ടോ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ബൗൾ ഫുള്ളായിട്ടൊന്ന് വടിച്ചെടുത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്നൊരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റാം. ബട്ടർ പേപ്പറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിൽ കാണുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഈ കട്ട് ചെയ്യുന്ന രീതിയിലൊന്നും പൊരിച്ചിട്ട് കിട്ടിയിട്ടൊന്നുമില്ല. ഇതൊരു 1 hour ഫ്രീസ് ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഫ്രീസ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. ഇത് നമ്മളിത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക. എവിടെയാണ് പാളിയതെന്ന് അറിയില്ല, ആ നീളത്തിലുള്ള പീസസൊക്കെ നടു പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഫ്രീസ് ചെയ്യുമ്പോൾ ആയിരിക്കും അത് കുറച്ചും കൂടെ ഒന്ന് ഉറപ്പിൽ കിട്ടുന്നത്. ഞാനത് ഫ്രീസ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൈ ചെയ്താലും പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ജാപ്പനീസ് ലോങ് ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൈസ് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കാം കേട്ടോ.